കേന്ദ്ര മന്ത്രാലയത്തിന്റെ അപ്രൈസൽ കമ്മിറ്റിയാണിപ്പോൾ പാരിസ്ഥിതിക അനുമതി നൽകുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്, ഡെഫർ ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഇതിന് പിന്നിലുള്ളത്? എന്താണ് കരുതുന്നത്? യഥാർത്ഥത്തിൽ ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അപ്രൈസൽ കമ്മിറ്റിയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്താൻ കാരണം സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി, സിയാക്ക് എന്ന് പറയും, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ക്വാറികൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ എന്തൊക്കെ ആഘാതങ്ങളാണ് ഒരു പ്രദേശത്ത് ഉണ്ടാക്കുന്നത് പഠിക്കാനുള്ള സമിതിയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികം അത് സംസ്ഥാനത്ത് ഇപ്പം നിലവിലില്ല. അതുകൊണ്ടാണ് കേന്ദ്ര അപ്രൈസൽ കമ്മിറ്റിക്ക് ഇതിനകത്ത് ഇടപെടേണ്ടി വന്നത്. പക്ഷേ ഇത് സാധാരണഗതിയിൽ സംസ്ഥാന കമ്മിറ്റി അപ്രൂവൽ കൊടുത്താലും കേന്ദ്രത്തിൻ്റെ അനുമതി വേണം. അതിനൊരു ഒരു 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 അതാണ് ഈ പദ്ധതി മൊത്തത്തിൽ ദുരൂഹമാണെന്ന് പറയേണ്ടിയിരുന്നതുകൊണ്ടാണ് ഈ പദ്ധതിയെ കേവലം ഒരു റോഡ് നിർമ്മാണമായി അവതരിപ്പിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി മുമ്പിലേക്ക് മാത്രം ഇത് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അവരുടെ തന്നെ വാദം ശരിയാണെങ്കിൽ ഏഷ്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ തുരങ്കപാതയാണ്. സ്വാഭാവികമായി അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും വരേണ്ടത്. അതിനെ ഒന്ന് ബൈപ്പാസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് നിലവിലുള്ള സിയാക്കിൻ്റെ കാലാവധി കഴിഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫയൽ അവരുടെ അവിടേക്ക് പോകേണ്ടി വന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു തമാശ ഇതിനകത്ത് പറയേണ്ടത്, ഇങ്ങനെ ഒരു നിലവിലൊരു സസ്പെൻഷൻ എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഈ പദ്ധതി 2020 ഒക്ടോബറിൽ ഇതേ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഈ പദ്ധതിയുടെ ഒരു ദുരൂഹത അവിടെ മുതൽ ആരംഭിക്കുന്നു. നോക്കൂ, സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി വളരെ കൃത്യമായി പറഞ്ഞ ഉത്കണ്ഠകളുണ്ട്, ഒരു 10-14 ഉത്കണ്ഠകൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ പ്രദേശം മൊത്തത്തിൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയാണ്, എക്കോളജിക്കൽ ഹസാഡസ് സോണാണെന്ന് പറഞ്ഞാൽ ഏത് സമയവും മലയിടിച്ചിലുണ്ടാകുന്ന ഏരിയയാണ്. അത് കൃത്യമായി ആ ഹസാഡസിൻ്റെ തീവ്രത 26%, 25% ഇങ്ങനെ പലതായി പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇത്തരം പദ്ധതികൾ വരുമ്പോൾ ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റ് മെയിൻ്റനൻസ് ഇൻട്രാക്ഷൻസ് എന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ പണം മാറ്റിവെക്കണം. ഇവിടെ അത് ചെയ്തിരുന്നില്ല. CSR ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് കമ്പനി ഇത്തരം ഒരു നിർമ്മാണം നടത്തുമ്പോൾ ആ നിർമ്മാണത്തിലൂടെ ഉണ്ടാകുന്ന ആഘാതങ്ങൾ പരിഹരിക്കാൻ എത്ര തുക മാറ്റി എന്ന് പറഞ്ഞില്ല. ഇതൊന്നും ഇല്ലാതെയാണ് 2134 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്. സിയാക്ക് 14 കാര്യങ്ങൾ സൂചിപ്പിച്ച് പറഞ്ഞതിനകത്ത് പറയുന്നത് മനുഷ്യമൃഗ സംഘർഷങ്ങൾ ഇതുവഴി വർദ്ധിക്കും, ആനത്താരകൾ അവിടെ ഉണ്ട്, അത് ബുദ്ധിമുട്ടുണ്ടാവും. അത്ഭുതകരമായ ഒരു പക്ഷിയാണ് ചിലപ്പൻ പക്ഷികൾ. അത് ഇവിടെ മാത്രം, അത് 10,000 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ മാത്രം കാണുന്ന പക്ഷിയാണ് ചിലപ്പൻ പക്ഷികൾ. ആ ചിലപ്പൻ പക്ഷികളുടെ ഏറ്റവും അവസാനത്തെ ഒരു ആലയമാണ് ഈ പ്രദേശം.